ഹായ് ഹലോ വെൽക്കം ടു ലേൺ വിത്ത് സർജി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റീസണിങ്ങിൻ്റെ ഒരു ടോപ്പിക്കാണ്. അപ്പം ഏതൊരു എക്സാം എടുത്താലും RRB എടുത്താലും അതുപോലെ തന്നെ SSC എടുത്താലും ബാങ്ക് എടുത്താലും നമുക്ക് ആൽഫബറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽഫബറ്റ്സിൻ്റെ നമ്പേഴ്സ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 1 ആണ്, എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 13 ആണ് എന്നുള്ളത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാം. സാധാരണ രീതി ചെയ്യുന്ന കൺവെൻഷണൽ മെത്തേഡിൽ നിന്നും കുറച്ചുകൂടെ സ്പീഡായിട്ട് എളുപ്പത്തിൽ ഉത്തരം ചെയ്യാം. അപ്പോൾ റീസണിങ് ഒട്ടുമിക്ക കുട്ടികളും ചെയ്യുന്നതാണ്, പക്ഷെ അവിടെ നമുക്ക് എങ്ങനെ വേറിട്ടിരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്ത് ടൈം ലാഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് വേറിട്ടിരിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ ഒരു സെഷനിൽ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ലെറ്റേഴ്സിൻ്റെ നമ്പർ പഠിക്കാം, അതുപോലെ തന്നെ നമ്പേഴ്സിൻ്റെ ഓപ്പോസിറ്റ് പഠിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് കൂടാണ്ട് ഒരു RRBയുടെ ഒരു പ്രീവിയസ് ഇയർ ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് ആൽഫബറ്റ്സും അതിൻ്റെ ഓപ്പോസിറ്റും ഒന്ന് നോക്കാം. ഓക്കെ, എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ ഇവിടെ ഓപ്പോസിറ്റ് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേൺ എഴുതിയിരിക്കുന്നത്. എ തൊട്ട് എം വരെ ലെഫ്റ്റ് നിന്ന് റൈറ്റ് എഴുതി, പിന്നെ എൻ നോക്കിക്കേ, എൻ റൈറ്റിൽ നിന്ന് ഇസഡ് വരെ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ആദ്യത്തെ കോഡ് നോക്കിക്കേ, ബിയും വൈയും. ബൈ പ്രിപ്പോസിഷൻ ഇല്ലടാ. അപ്പം ബൈ പ്രിപ്പോസിഷൻ വെച്ച് ഓർത്ത് വെച്ചേക്കാം. ബിയുടെ ഓപ്പോസിറ്റ് എന്താണ്? വൈ ആണ്. വൈയുടെ ഓപ്പോസിറ്റ് എന്താണ്? ബി ആണ്. ഓക്കെ, ആദ്യത്തെ ഷോർട്ട് കട്ട്. ഓക്കെ, അടുത്ത നോക്കിക്കേ, സി എക്സ്. 6 എന്ന് ഓർത്ത് വെച്ചേക്കാം. സി എക്സ്, 6. സിയുടെ ഓപ്പോസിറ്റ് എക്സ്, എക്സിന്റെ ഓപ്പോസിറ്റ് സി. ഓക്കെ, അടുത്ത് നോക്കിക്കേ, DWക്ക് ഇല്ല. ഇ വി എന്താണ്? ഇലക്ട്രിക് വെഹിക്കിൾ. ഇലക്ട്രിക് വെഹിക്കിൾ EV. DWന് നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് ഒരു കോഡായിട്ട് രൂപപ്പെടുത്താൻ പറ്റിയില്ല. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ഉഫ്. ഉഫ് എന്നുള്ളൊരു എക്സ്ക്ലമേറ്ററി വാക്കില്ലേ, ഉഫ് എന്നുള്ളത്. അപ്പൊ യുവിന്റെ ഓപ്പോസിറ്റ് എന്താണ്? എഫ് ആണ്. എഫിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യു ആണ്. ഓക്കെ, ഇതുവരെ നമ്മൾ 4 ഷോർട്ട് കട്ട് പറഞ്ഞു. അടുത്ത ഷോർട്ട് കട്ട് നോക്കിക്കേ, GT. പയ്യന്മാർക്കാണെങ്കിൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. റോയൽ എൻഫീൽഡിന്റെ കോണ്ടിനെന്റൽ GT എന്ന് പറഞ്ഞൊരു ബൈക്ക് ഉണ്ട്. റോയൽ എൻഫീൽഡിന്റെ കോണ്ടിനെന്റൽ GT. അപ്പം ജിയുടെ ഓപ്പോസിറ്റ് ടി. നോക്കിക്കേടാ, അടുത്ത ഓപ്പോസിറ്റ് എച്ചിന്റെ ഓപ്പോസിറ്റ് എസ്. HS ഹൈസ്കൂൾ. ഹൈസ്കൂൾ വെച്ചിട്ട് എന്താ പറയാം? നമുക്ക് എച്ചിന്റെ ഓപ്പോസിറ്റ് എസ് ആണ്, എസിന്റെ ഓപ്പോസിറ്റ് എച്ച് ആണ് പറയാം. അടുത്ത IR വേവ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇൻഫ്രാറെഡ് വേവ്സ്. അപ്പം എന്തെഴുതാം? IR വേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്. ഐയുടെ ഓപ്പോസിറ്റ് R. അടുത്തത് നോക്കിക്കേ, ജെയും ക്യൂവും. ജാക്കും ക്യൂണും. നമ്മുടെ പ്ലേയിങ് കാർഡ്സ് ഇല്ലേ, ചീട്ടിലെ ജാക്കും ക്യൂണും. ജെയും ക്യൂവിന്റെ ഓപ്പോസിറ്റ് ജെ, ജെയുടെ ഓപ്പോസിറ്റ് ക്യൂ. അടുത്ത കെയുടെ ഓപ്പോസിറ്റ് പി. ഇങ്ങനെ ഓർത്ത് വെച്ചേക്കാം, PK സിനിമ. അമീർ ഖാന്റെ PK സിനിമ വെച്ച് കിട്ടും. പിന്നെ എമ്മിന്റെ ഓപ്പോസിറ്റ് MN അടുത്തടുത്തുള്ളതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കാണാതെ പഠിക്കേണ്ടതായിട്ട് വരുന്ന 3 എണ്ണത്തിലുള്ള AZ DW യെല്ലോ. AZ DW യെല്ലോ. അപ്പൊ കോഡിങ് ഡീകോഡിങ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാങ്കിന്റെ സംബന്ധിച്ചാണെങ്കിൽ ആൽഫബറ്റ് ടെസ്റ്റ് വരാം, അല്ലാണ്ട് എന്താണ് ഓഡ് 1 ഔട്ട് വരാം. അങ്ങനെയുള്ള ഈ ആൽഫബറ്റ്സ് വെച്ചിട്ടുള്ള എന്ത് സാധനം വന്നാലും നമുക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാം. ഇതിപ്പം നമുക്കിപ്പം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്താണ് നമുക്ക് ഇങ്ങനെ വെച്ച് റിലേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നമ്പേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. BY ബൈ, CX 6, EV ഇലക്ട്രിക് വെഹിക്കിൾ, UF ഉഫ്, GT റോയൽ എൻഫീൽഡിന്റെ GT ബൈക്ക്, കോണ്ടിനെന്റൽ GT ബൈക്ക്. അടുത്ത HS ഹൈസ്കൂൾ, IR ഇൻഫ്രാറെഡ് വേവ്സ്. അടുത്ത JQ ജാക്ക് ക്യൂണ്, KP PK സിനിമ, MN. ഓക്കെ ആണോ? ഇനി നമുക്ക് നമ്പേഴ്സിലോട്ട് കടക്കാം. കടക്കുമ്പം അതൊന്ന് മായ്ക്കുകയാണ്. നമ്പേഴ്സിലോട്ട് കടക്കുമ്പം നമുക്ക് കുറച്ച് നമ്പേഴ്സിന് കോഡുണ്ട്, കുറച്ച് ആൽഫബറ്റിനും നമ്പേഴ്സിനും ആയിട്ട് കോഡുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഡിയുടേത് 4 ആണ്. D4 ഡാൻസ് എന്ന് ഓർത്ത് വെച്ചേക്കാം. D4 ഡാൻസ്. അടുത്തത്
ജിയുടേത് 7 ആണ്. ജിയുടേത് 7 ആണ്. G7 സബ്മിറ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, G7 സബ്മിറ്റ് പത്രത്തിലൊക്കെ കാണും. അടുത്ത എച്ചിൻ്റെത് നോക്കിക്കേ, എച്ചിൻ്റെത് 8 ആണ്. എച്ച് എഴുതിയിട്ട് മേലും താഴെയും 2 വരയിട്ട് കഴിഞ്ഞാൽ എന്തായി? 8 ആയി. ഇപ്പം എച്ചിൻ്റെത് 8. അതേപോലെ തന്നെ നോക്കിക്കേ എഫിൻ്റെ നോക്കിക്കേ, എഫ് എഴുതിയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ കറക്കി എടുത്തു കഴിഞ്ഞാൽ എന്തായി? 6 ആയി. അപ്പം എഫിൻ്റെ എന്താണ്? 6 ആണ്. ഐയുടേത് നോക്കിക്കേ, ഒരു വര ഇട്ടിട്ട് ഇങ്ങനെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എഴുതിയ എന്താണ്? ഐ എഴുതിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും 9. അപ്പം ഐയുടെ 9. നോക്കിക്കേ KLM മാക്സിവ എന്നും പറഞ്ഞ് നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഗോൾഡ് ലോണിൻ്റെ ഗോൾഡ് ലോൺ വയ്ക്കുന്ന ഒരു NBFC കമ്പനിയാണ്. അപ്പോൾ KLM എന്താണ്? 11, 12, 13 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. KLM 11, 12, 13. ഓക്കെ ആണോ? അടുത്തത് നോക്കിക്കേ, ആർ ആൽഫബറ്റ് ആർ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ 6 × 3 എന്ത്? 6ൻ്റെ നമ്പർ. അത് ഓർത്ത് വെച്ചേക്കുക, 18. ഇങ്ങനെയുള്ള നുറുക്ക് വിദ്യകൾ പഠിച്ചു വെച്ചാലേ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അടുത്ത വി നമ്മൾ കയ്യിൽ ഇപ്പം കാണിക്കുമ്പോൾ എങ്ങനെയാണ്? V for വിക്ടറി കാണിക്കുമ്പം നമ്മൾ 2 വിരൽ വെച്ച് കാണിക്കും. 2 വിരലല്ലേ? ഇപ്പം 2 വിരൽ 2 വട്ടം 22. V for വിക്ടറി 22. ഇത്രയാണ് നമുക്കുള്ള കോഡുകൾ. അപ്പം സാധാരണ രീതിയിൽ പറയുമ്പോൾ ഉള്ള കോഡുകൾ. പിന്നെ വേറെ ഉള്ള ഒരു കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇജോട്ടി എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്പിൾസ് ഉള്ള നമ്പർ. അതായത് ഇ എന്ന് പറയുന്നത് 5 ആണ്, ജെ എന്ന് പറയുന്നത് 10 ആണ്, പിന്നെ ഒ എന്ന് പറയുന്നത് 15 ആണ്, ടി എന്ന് പറയുന്നത് 20 ആണ്, വൈ എന്ന് പറയുന്നത് 25 ആണ്. അപ്പം നമ്മൾ ഏകദേശം കുറേ സാധനങ്ങളുടെ ഷോർട്ട് കട്ട്സ് പഠിച്ചു. ബാക്കിയുള്ളത് നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ ഏതൊട്ട് ഈ വരെയുള്ളത് പഠിക്കാൻ ബുദ്ധിമുട്ട് കാണില്ല. പിന്നെ എങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള W23 ആണ്. ഈ പാടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും പറഞ്ഞുകൊണ്ട് കിടക്കുക. ഇസഡ് എന്താണ്? 26 ആണ്, U21 ആണ്, S19 ആണ്, Q17 എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. Q17, 16, ഇത് 14 ആണ്, 1, 2, 3. അപ്പം നമുക്ക് പാടുള്ള കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാത്തതിന് നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റുകൾ എളുപ്പത്തിൽ പഠിക്കാം. ഓപ്പോസിറ്റിന് എപ്പോഴും കോഡുണ്ട്, എല്ലാത്തിനും കോഡുണ്ട്. ഇതിന് കുറച്ച് ചില കോഡുകളേ ഉള്ളൂ. അത് വെച്ചിട്ട് ബാക്കി വെച്ചിട്ട് എപ്പോഴും പറഞ്ഞ് ഇതിപ്പം പച്ചവെള്ളം പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അങ്ങനെ പഠിച്ചു വെച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പം ആ ഒരു ലെറ്റർ കാണുമ്പം ടക്കനെ നമ്മുടെ മനസ്സിൽ എന്ത് വരണം? ആ ഒരു നമ്പർ ഓർമ്മ വരണം. അപ്പം നമുക്ക് നോക്കാം. ദാണ്ടെ കോഡുകൾ ഇതൊക്കെയാണ് നമ്മൾ എഴുതിക്കുന്നത്. ഇജോട്ടി, T20 പറയാൻ മറന്നുപോയി. T20 ക്രിക്കറ്റ് ഇല്ലടാ. T20 ക്രിക്കറ്റ് വെച്ചിട്ട് ടിയുടെ എന്താണ്? 20 ആണെന്ന് ഒറ്റയടിക്ക് ഇജോട്ടി നോക്കാതെ തന്നെ വേണമെങ്കിൽ പറയാം. ബാക്കിയെല്ലാം നമ്മൾ ഒരുവിധം പറഞ്ഞിട്ടുണ്ട്. എഫിൻ്റെത് 6, എഫ് എഴുതിയിട്ട് എന്താണ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 6 ആയില്ലേ? അപ്പം നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. അപ്പം ആദ്യമേ തന്നെ ഇതിൻ്റെ നമ്പേഴ്സ് എഴുതി നോക്കാം. ജെ എൻ എന്ന് പറയുമ്പോൾ J 10 ആണ്, N 14 ആണ്, ഹൈഫൺ, I 9 ആണ്, M 13 ആണ്. ഇവിടെ 4 കൂടി, ഇവിടെ 4 കൂടി. M എന്ന് പറയുന്നത് 13 ആണ്, Q 17 ആണ്. പിന്നെ L എന്ന് പറയുന്നത് 12 ആണ്, O 15 ആണ്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 4 കൂടി, പക്ഷെ ഇവിടെ 3 കൂടിയിട്ടുള്ളൂ. നോക്കാം. R എന്ന് പറയുന്നത് 18 വരും, V 22 4 കൂടി. Q എന്ന് പറയുന്നത് 17, U 21 4 കൂടി. അപ്പോൾ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ തന്നെ ഇത് വ്യത്യസ്തമായിട്ടിരിക്കുകയാണ്. നമുക്കൊന്നുകൂടെ വെരിഫൈ ചെയ്ത് നോക്കാം. P 16, 20, T 20. O എന്ന് പറയുന്നത് 15, S എന്ന് പറയുന്നത് 19. അവിടെ എന്ത് ചെയ്തു? 4 കൂടി. അപ്പം നമുക്ക് ഓഡ് വൺ ഏതാന്ന് പറയാം? ഓപ്ഷൻ B, MQLO ആണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. Select the triad which follows the same pattern as the followed by two triads given below. Both triads form the same pattern. അപ്പം നമുക്ക് ചോദ്യം തന്നേക്കുന്നത് ഇങ്ങനെയാണ്. 2 ട്രയാഡ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ട്രയാഡ്സ്. ഈ ട്രയാഡ്സിൻ്റെ അതേ പാറ്റേണിൽ വരുന്ന ട്രയാഡ് ഏതാണെന്നാണ് ചോദ്യം. അപ്പം നമുക്ക് നോക്കാം.
നമുക്ക് ആദ്യം ജസ്റ്റ് ഈ ഐ ഡി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഐയും ഡിയും, ഐ എന്ന് പറയുന്നത് 9 ആണ്, ഡി എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 5 കുറഞ്ഞു. എൽ എന്ന് പറയുന്നത് 12 ആണ്, ജി എന്ന് പറയുന്നത് 7 ആണ്. അപ്പോഴും എന്ത് ചെയ്തു? 5 കുറഞ്ഞു. അപ്പം 5 കുറഞ്ഞതായിരിക്കും എന്ത്? ഫസ്റ്റ് പാറ്റേൺ. നോക്കാം. എം എന്ന് പറയുന്നത് 13 ആണ്, ഐ എന്ന് പറയുന്നത് 9 ആണ്. 5 കുറഞ്ഞില്ല, 4 കുറഞ്ഞോളൂ. അപ്പം ഇത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ. എൻ എന്ന് പറയുന്ന 14 ആണ്, ഐ 19. അപ്പം ഇത് രണ്ടിനും ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്ത നോക്കിക്കേ, എൽ ജി. എൽ എന്ന് പറയുന്നത് 12 ആണ്, ജി എന്ന് പറയുന്നത് 7 ആണ്. അപ്പം അവിടെ എത്ര കുറഞ്ഞു? 5 കുറഞ്ഞു. ഒ എന്ന് പറയുന്നത് 15 ആണ്, ജെ എന്ന് പറയുന്നത് 10 ആണ്. അവിടെ 5 കുറഞ്ഞു. നോക്കാം നമുക്ക്. ക്യൂ കെ. ക്യൂ 17 ആണെങ്കിൽ 5 കുറഞ്ഞ് 12 ആവണം. 12th ആൽഫബറ്റ് ഏതാണ്? 12th ആൽഫബറ്റ് എൽ ആണ്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഇതല്ല. ഓക്കെ. അപ്പം നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താം. ഓക്കെ. അത് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് നമ്മൾ നമ്പർ കാണാതെ പഠിക്കേണ്ട ഇമ്പോർട്ടൻസ് പറഞ്ഞത് ആദ്യമേ തന്നെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ഓട് ദ വൺ ഔട്ടാണ്. ഓട് ദ വൺ ഔട്ട്. അപ്പോൾ ആദ്യമേ നമ്പേഴ്സ് എഴുതാം. ബി ഇ എച്ച് എല്ലടാ. ബിയുടെ 2 ആണ്, ഇയുടേത് 5 ആണ്, എച്ചിൻ്റെത് 8 ആണ്. 3 കൂടി 3 കൂടി. ആറിൻ്റെത് 18 ആണ്, യുവിൻ്റെത് 21 ആണ്, എക്സിൻ്റെത് 24 ആണ്, സിയുടേത് 3 ആണ്, ഇയുടേത് 5 ആണ്. നോക്കിക്കേ, ഇവിടെ 2 കൂടിയിട്ടുള്ളൂ. ഇവിടെ 3 കൂടി, ഇവിടെ 3 കൂടി, ഇവിടെ 3 കൂടി, ഇവിടെ 3 കൂടി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഓട് വൺ ഔട്ട്? സി ഇ ജി. ബാക്കി ചെയ്തു നോക്കണമെന്നില്ല, അല്ലെങ്കിൽ ചെയ്തു നോക്കാം. വേണമെങ്കിൽ F6 അല്ലടാ, 3 കൂടി. അപ്പം വ്യത്യസ്തമായിട്ട് വന്നത് സി ഇ ജി ആണ്. ഓക്കെ. ആൻസർ കഴിഞ്ഞു. ഒരു 10 സെക്കൻഡ്, മാക്സിമം 10 സെക്കൻഡ് എടുക്കാവുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ. ഫൈൻഡ് ദി നെക്സ്റ്റ് ടേം ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ. ഇംഗ്ലീഷ് ആൽഫബറ്റിക്കൽ ഓർഡർ വെച്ചിട്ടുള്ള നെക്സ്റ്റ് ടേം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ കടമ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ടേംസ് ഒന്നിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാം. ഇയുടേത് 5 ആണ്, എച്ചിൻ്റെത് 8 ആണ്, കെയിൻ്റെത് 11 ആണ്, എന്നിൻ്റെത് 14 ആണ്. നോക്കിക്കേ, 3 കൂടിയാണ് പോയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ടേം എന്ത് വരും? ക്യൂ വരും. അടുത്ത ടേം ക്യൂ വരും. അപ്പം ഇത് രണ്ടും പോയി. നോക്കിക്കേ, ജിയുടേത് 7 ആണ്, എച്ചിൻ്റെത് 10 ആണ്, എമ്മിൻ്റെത് 13 ആണ്, പിയുടേത് 16 ആണ്. ഓക്കെ. അവിടെ എന്താണ് സംഭവിച്ചത്? 3 കൂടി പോയി. അപ്പം അടുത്ത എന്ത് വരും? 19th ആൽഫബറ്റ്. 19th എന്ന് പറയുമ്പോൾ എസ് അല്ലേടാ. ആൻസർ കിട്ടി QSW. ഇതല്ല, QSW. തീർന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. സെയിം ടൈപ്പ് ചോദ്യം. നോക്കിക്കേ, ക്യാൻ, CAN, ക്യാൻ ആണ്. അപ്പം സിയുടേത് 3, എഫിൻ്റെത് 6, ഐയുടേത് 9, എല്ലിൻ്റെത് 12. അങ്ങനെയാണെങ്കിൽ ഇവിടെ 15 വരൂലേ? ഓ വരും. ഓ വെച്ച ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സ്പോട്ടിൽ കുത്താം. സ്പോട്ടിൽ നമുക്ക് ആൻസർ ട്രേസ് ചെയ്യാൻ പറ്റും. 5 ചോദ്യം ചെയ്തു. പെട്ടെന്ന് നമ്മൾ 5 ചോദ്യം ചെയ്തത്. 6ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട് ആണ്. വീണ്ടും നമ്പർ എഴുതി നോക്കാം. 5, 9. ഇയുടെ ഐയുടെ മാത്രം എഴുതുകയാണ്. P 16, G 20. 4 കൂടി. G7, N14, R18. വീണ്ടും 4 കൂടി. അപ്പോൾ അവിടെ വ്യത്യാസമൊന്നുമില്ല. നോക്കാം. അടുത്തത് നോക്കാം. MF13, H8. 5 കുറഞ്ഞു. X എന്ന് പറയുമ്പം 24. R എന്ന് പറയുമ്പം 18. എത്ര കുറഞ്ഞു? 6 കുറഞ്ഞു. ഇവിടെ 5 കുറഞ്ഞുള്ളൂ. ഇവിടെ പക്ഷെ എന്ത് കുറഞ്ഞു? 6 കുറഞ്ഞു. നോക്കാം. 15, 10. ഇവിടെ 5 കുറഞ്ഞു. അപ്പോൾ ഏതാണ് നമ്മുടെ ഓഡ് വൺ ഔട്ട്? ഓപ്ഷൻ ബി. ഇവിടെ വേണമെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. V22 ആണ്. Q എത്ര? 17 ആണ്. ഇവിടെ 5 കുറഞ്ഞു. ഇവിടെ 6 കുറഞ്ഞു. അപ്പം നമ്മുടെ ഓപ്ഷൻ ബി ആണെന്ത്? ആ ഒരു ഓഡ് വൺ ആയിട്ടുള്ളത്. അപ്പം റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി. അടുത്ത നോക്കിക്കുക, ആൽഫബറ്റിക്കൽ ഓർഡറിനെ ബേസ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടേം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7. ആദ്യമേ ഫസ്റ്റ് ടേംസ് നോക്കുക. ഡിയുടേത് D ഫോർ ഡാൻസ് 4 ആണ്. എല്ലിൻ്റെത് 12. KLM എന്ന് കിട്ടും 12. ഇത് 20. അടുത്ത നോക്കിക്കുക, 2 വന്നു. 4ന്ന് 8 കൂടിയപ്പം 12. 12ന്ന് 8 കൂടിയപ്പോൾ 28. പക്ഷേ 20ന്ന് വീണ്ടും 8 കൂടിക്കഴിഞ്ഞാൽ 8 കൂടാനുള്ള ആൽഫബറ്റ്സ് ഇല്ല. പക്ഷേ 6 കൂടിക്കഴിഞ്ഞാൽ ഇസെറ്റ് ആവും. പിന്നെ 2 എണ്ണം എക്സ്ട്രാ. അപ്പോൾ എയും ബിയും. ഓക്കെ, 8 ആണ് വീണ്ടും കൂടിയത്. അപ്പോൾ 2ൻ്റെ കൂടെ 8 കൂടി 10. 10ാമത്തെ ആൽഫബറ്റ് നമുക്ക് ഏതെന്നറിയാം? J എന്നറിയാം. ഇത് രണ്ടും പോയില്ലേടാ. ഇത് രണ്ടും പോയി. നോക്കിക്കേ, G എന്ന് വെച്ചാൽ 7.
ഒ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വരും? ഈ ജോട്ടിയിൽ 15. ഓക്കെ, അടുത്തത് എത്ര വന്നു? W23 വന്നു. എത്ര വന്നു? 5 വന്നു. ഇവിടെ കൂടുന്ന നോക്കിക്കേ, ഇവിടെയും 8 കൂടി, ഇവിടെയും 8 കൂടി, വീണ്ടും 8 കൂടി. 8 കൂടി കഴിയുമ്പം 3 കൂടാനുള്ളതുണ്ട്. പിന്നെ 5 കൂടെ ആകുമ്പോൾ ഫിഫ്ത്ത് ആൽഫബറ്റ് ആയിട്ട് മാറും. പിന്നെ 8 കൂടി കഴിഞ്ഞാൽ 5ൻ്റെ കൂടെ 8 കൂടി കഴിഞ്ഞാൽ എത്ര വരും? 12 വരും. 5ൻ്റെ കൂടെ 8 കൂടി കഴിഞ്ഞാൽ 12 അല്ല, സോറി 13 വരും. 13ാമത്തെ ആൽഫബറ്റ് എം അല്ലേടാ. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ JL ആണ്. എൽ ഒരിക്കലും വരില്ല. അപ്പം നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ, JMP. അടുത്ത 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ. 8th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. വീണ്ടും ഒരു ഓഡ് വൺ ഔട്ട് ആണ്. നോക്കാം. OV എന്ന് പറയുമ്പോൾ O 15 ആണ്, V 22 ആണ്. ഡി എന്ന് പറയുന്ന 4 ആണ്, I 9 ആണ്. NU 14 ആണ്, U 21 ആണ്. RY എന്ന് പറയുന്നത് 18 ആണ്, Y എന്ന് പറയുന്നത് 25 ആണ്. നോക്കാം, ഇവിടെ 7 കൂടിയില്ലേടാ. ഇവിടെ എത്ര കൂടി? 5 കൂടിയിട്ടുള്ളൂ. ഇവിടെ 7 കൂടി, ഇവിടെ 7 കൂടി. അപ്പോൾ ഇതല്ലേ ഡിഫറൻ്റ് ആയിട്ട് വരുന്നത്. ഓഡ് വൺ ഔട്ട്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ആൽഫബറ്റിക്കൽ ഓർഡർ. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ടെക്നീഷ്യൻ്റെ ഈ വർഷം നടന്ന ടെക്നീഷ്യൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞത്. ഈ ഒരു പാറ്റേണിൽ എന്ത് വരുള്ളൂ? നമ്മുടെ ഗ്രൂപ്പ് ഡിക്ക് ചോദ്യങ്ങൾ വരുള്ളൂ. ഗ്രൂപ്പ് ഡി എന്ന് മാത്രമല്ല, SSCയുടെ MTS ആയാലും CHSL ആയാലും. ഓക്കെ, ഒരുവിധം ഈ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾ കാണാം. CGLനും ഈ പാറ്റേണിൽ വരുന്ന ചോദ്യങ്ങൾ കാണാം. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് സീരീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബിയുടേത് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആണ്, കെയുടേത് 12 ആണ്, ടിയുടേത് 20 ആണ്. സോറി, കെയുടേത് 12 അല്ല 11 ആണ്, ടിയുടേത് 20 ആണ്, സിയുടേത് 3 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൂടിയത് 9 ആണ്. ഇവിടെ വീണ്ടും 9 കൂടി, ഇതും 9 കൂടിയേക്കുവാണ്. അപ്പോൾ അടുത്ത 9 കൂടി എത്രയാവും? 9 കൂടുമ്പോൾ 12th ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ L. അപ്പം കെയുടെ 2 ടേംസ് പോകും. L. അടുത്ത ഉണ്ട്. 5th ടേം ആണ്. N എന്ന് പറയുന്നത് 14th ടേം ആണ്. അപ്പോൾ കൂടിയത് വീണ്ടും 9 ആണ്. ഇവിടെ 23rd ടേം, വീണ്ടും കൂടിയത് 9. F എന്ന് പറയുമ്പോൾ 6, 9 കൂടി. ഇപ്പം വീണ്ടും 9 കൂടി കഴിഞ്ഞാൽ 15 ആവും. 15th ടേം എന്ന് പറയുന്നത് എത്ര വരും? O വരും. ഓക്കെ, അപ്പം നമ്മുടെ ഓപ്ഷൻ എന്താണ്? LOR. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. ഈ സെഷനിലെ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ വായിക്കാം. NJQO എന്ന് പറയുന്നത് എന്തിന് റിലേറ്റഡ് ആണ്? HDKIക്ക് റിലേറ്റഡ് ആണ്. ഓക്കെ, നോക്കാം. അപ്പോൾ NJQO, N എന്ന് പറയുന്ന 14 ആണ്. ആ 14നെ റിലേറ്റ് ചെയ്തിരിക്കുന്ന H-ആയിട്ടാണ്. H എന്ന് പറയുന്ന 8, അതായത് 6 കുറഞ്ഞു. ഇതിനകത്ത് നോക്കാം. SOVT, S എന്ന് പറയുന്ന ടേം, അതായത് 19ാമത്തെ ടേം ഏതുമായിട്ട് കോഡ് ചെയ്തേക്കാണ്? 13ാമത്തെ, അതായത് വീണ്ടും 6 കുറഞ്ഞു. അപ്പം നമുക്കുള്ളത് PLSQ ആണ്, 16ാമത്തെ P. അപ്പം 6 കുറഞ്ഞു കഴിഞ്ഞാൽ 10 എന്ന് പറയുമ്പോൾ നമ്മുടെ JL ഇടാം. അപ്പം നമുക്ക് ഈ 2 ടേംസും കളയാം. ഓക്കെ, അപ്പം ഇവിടെ ഓപ്ഷനിൽ നോക്കിയപ്പോൾ ഞാൻ 2ാമത്തെ 2 F ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ F ആയിരിക്കും. അപ്പം നമുക്ക് 3ാമത്തെ മാത്രം നോക്കാം. 3ാമത്തെ മാത്രം നോക്കി പെട്ടെന്ന് വെരിഫൈ ചെയ്യാം. Qനെ കോഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, 3ാമത്തേതായിട്ടുള്ള Q, 17 ആയിട്ടുള്ള Qനെ കോഡ് ചെയ്തേക്കുന്നത് എന്തായിട്ടാ? K എന്ന് പറയുമ്പം 11, 6 കുറഞ്ഞു. അപ്പം 6 കുറഞ്ഞായിരിക്കും പോവേണ്ടത്. S എന്ന് പറയുന്നത് 19 അല്ലേ? 19 ആയിരുന്നു എസ്സിന്. 6 കുറഞ്ഞ് 13ാമത്തെ ടേം എന്ന് പറയുമ്പോൾ ഏത് വരും? M വരും. അപ്പം നമ്മുടെ ആൻസറിൽ 3ാമത്തെ ടേം M ആണ് വരേണ്ടത്. അപ്പം നമ്മളെ ആൻസർ ഏതാ? ഓപ്ഷൻ D, JFMK. അപ്പം നമ്മൾ ഈ ഒരു സെഷൻ പെട്ടെന്ന് കഴിഞ്ഞു പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയി. കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല, നമ്പേഴ്സ് കാണാതെ പഠിക്കുക, പെട്ടെന്ന് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റീസണിങ്ങിൽ ഒരുപാട് ടൈം ലാഭിക്കാം. ആ ടൈം എടുത്ത് വേറെ ക്വാണ്ടിലോ വേറെ ഏതെങ്കിലും സെഷനിലോട്ട് ഉപയോഗിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് സ്റ്റഡി.